ജീവിതത്തിൽ ഒരാൾ വെറുതെ ഇരുന്നത് കൊണ്ട് സൗജന്യങ്ങളുടെ പുറകെ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ ജനങ്ങൾക്കും ഒരേ സൂര്യോദയവും ഒരേ അസ്തമയവും ഉണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് സമയം പലർക്കും വ്യത്യാസപ്പെട്ടിരിക്കും. താൽക്കാലിക സൗജന്യം വേണ്ടെന്ന് വയ്ക്കാനുള്ള മനസ്സാണ് വലിയ സന്തോഷത്തിൽ എത്തിച്ചേരാനുള്ള ആദ്യമായിട്ടുള്ള പടി. 100 രൂപ കൊണ്ട് ജീവിക്കുന്നവനും ഉണ്ടാകും, 100 കോടി കൊണ്ട് ജീവിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ വഴിയിലുറങ്ങിയും വാടക വീട്ടിലും എല്ലാം കഴിയുന്നവരും ഉണ്ടാകും, ബംഗ്ലാവിലും ഉല്ലസിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ അതിൽ അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഒരു ദിവസം കൊണ്ട് ഉന്നതിയിൽ എത്തണമെന്ന് കരുതുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്ന് വിടുകയുള്ളൂ. എല്ലാ ഉയർച്ചയും പടിപടിയായിട്ട് വരുന്ന ഉയർച്ചയാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉയരണം, ഒരാഴ്ച കൊണ്ട് ഉയരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പടുകുഴിയിലേക്ക് പോവുകയുള്ളൂ. നിരന്തരമായ നമ്മുടെ പരിശ്രമത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഒരേ പടികൾ ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എലിവേഷൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വില്ലേജിൽ പോകണമായിരുന്നു. വില്ലേജിൽ പല പേപ്പറൊക്കെ ശരിയാക്കാനുണ്ട്. അതറിയാലോ, വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഇട്ട് വലയ്ക്കുന്ന ഒരിത്. ഒടുവിൽ പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സ്പീഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടി. പക്ഷേ എന്നാലും നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഓഫീസിലുണ്ടാവില്ല, അടുത്ത ദിവസം ചെല്ലണം, അടുത്ത ദിവസം വാന്ന് പറയും. അങ്ങനെയൊക്കെ പല പല ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞതേ അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു ലഞ്ചൊന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ഷേക്ക് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് നമ്മളവിടെ കയറിയതാണ്. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നല്ല മനോഹരമായൊരു വില്ലയുടെ സൗകര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി ഞാനിത് കണ്ടപ്പോൾ അമ്പരന്ന് പോയിട്ടാണ്. കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ വീട് എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കണമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ 2900 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയാണ് നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എലിവേഷനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ എലിവേഷനാണ്. അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള ഭംഗിയും സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ലിവിങ് റൂമാണ് വന്നേക്കണത്. ലിവിങ് റൂമിൻ്റെ അവിടെ ഇത് TV സ്റ്റാൻഡാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് നമുക്ക് തിരിച്ച് നമുക്ക് ഡൈനിങ് ഹാളിലും വെച്ച് കാണാം, ഇങ്ങോട്ട് ലിവിങ് റൂമിലും കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് സൗകര്യങ്ങളും കൂടി ഒറ്റ ഇതിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ സ്റ്റെയറൊക്കെ വന്നേക്കണം കേട്ടോ. സ്റ്റെയറൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നത് പുറത്തേക്ക് നല്ലൊരു കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മളൊരു വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ കിച്ചണൊന്ന് കാണണമെന്നായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ലേഡീസൊക്കെ കിച്ചണൊന്ന് കാണണമല്ലോ എന്ന് കരുതി അതായിരിക്കും ആഗ്രഹം. അപ്പോൾ അതേ കിച്ചൺ ഉണ്ട്, നല്ല സൂപ്പർ കിച്ചണാണിത്. ഇവിടുത്തെ മൊത്തം അകത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ കളർ കോമ്പിനേഷൻ അപാര ഇതാണ് കേട്ടോ, കാഴ്ചയാണിത്. കാരണം ആ ലൈറ്റൊക്കെ തെളിയുമ്പോൾ നല്ല ഗോൾഡൻ കളർ ഇങ്ങനെ അങ്ങോട്ട് ഓളം വെട്ടുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അടുക്കളയുടെ സൗകര്യങ്ങൾ ഇതൊക്കെയാണ്. മൊത്തം കബോർഡ് വർക്കും ഇതൊക്കെ വന്നേക്കാം കേട്ടോ. അപ്പോൾ നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണത്. പിന്നെ അതേ സ്റ്റൗ അവിടെ അരികത്ത് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഫ്രിഡ്ജൊക്കെ വെക്കാനായിട്ട് പ്രത്യേകമായിട്ട് സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഡോറിൻ്റെ നല്ല പുതിയ രീതിയിലുള്ള ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നമ്മൾക്ക് കയറി കണ്ടിട്ട് നമുക്ക് ഇന്ന് തന്നെ ഈ വീട് സ്വന്തമാക്കണമെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇതാണിത്. ഇത് ഒരുവിധം ഫർണിച്ചറെല്ലാം സെമി ഫർണിഷ്ഡ് വില്ലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 6 സെൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. കിച്ചണിലെ ഓരോ ഇതിനും ഓരോ സ്ഥാനങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൻ വയ്ക്കാനും ഇതൊക്കെ പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കോർട്ട്യാർഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതേ വാട്ടർ ഫൗണ്ടനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ചാടുന്ന. ഇവിടെ അതേ ഈ ഗ്ലാസ് ഡോർ ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാം കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂം കാണും. ഇതാണ് ആ സ്റ്റാൻഡ്, നമുക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചു വയ്ക്കാം, അപ്പുറത്തേക്ക് തിരിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളും ഇതൊക്കെ ഇതേ കണ്ടില്ലേ. ഇവിടെ ആ ജനലിൻ്റെ താഴെ നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡൊക്കെ ആണെങ്കിൽ അതേ അപ്പുറത്തും 2 എണ്ണത്തിൻ്റെ 2 വാർഡ്രോബ്, അതിൻ്റെ നടുക്ക് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂമാണിത്. ബാത്റൂമിൻ്റെ അതേ ഒരു സൈഡിൽ വാഷ് ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ നല്ല ഭംഗിക്ക് വെച്ചേക്കുന്ന വാഷ് ബേസും അതിൻ്റെ അടിയിൽ ഇതേ വാർഡ്രോബ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടവലൊക്കെ വയ്ക്കാനും ഇതൊക്കെ ബാത്ത് ടവലും ഇതൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കബോർഡും സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ല വാർഡ്രോബൊക്കെ നല്ല സൗകര്യത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടുക്കതേ ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. താഴെ പിന്നെ ഒരു ചെറിയൊരു വാർഡ്രോബ് 2 എണ്ണം അതും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതേ ഇതിൻ്റെ ഹോളും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകട്ടെ. അപ്പോൾ അടുത്ത ബെഡ്റൂമിൻ്റെ സൗകര്യം കണ്ടില്ലേ, ഇവിടെയൊക്കെ കർട്ടനൊക്കെ ഇട്ട് നല്ല സിമ്പിൾ സൈസ് കർട്ടനൊക്കെ ഇട്ട് നല്ല രീതിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലേ നാടകത്തിൻ്റെയൊക്കെ ഇതുപോലെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അതാണ് കേട്ടോ, പഴയ രീതിയിൽ ഇങ്ങനെ കുറേ ഫ്ലെയറുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ള കർട്ടനൊക്കെ. ഇപ്പം എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ആ വീടിൻ്റെയൊക്കെ ഒരു ഇതും അടുക്കും ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതേ അടുത്ത ബെഡ്റൂമിൻ്റെ നമുക്ക് ബാത്റൂം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബാത്റൂം ഇതേ കണ്ടില്ലേ, ഇത് ഗ്ലോസി ടൈലാണ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇതിൻ്റെ ഫ്ലോർ കണ്ടപ്പോൾ മാറ്റ് ഫിനിഷിംഗ് ഉള്ള ടൈലായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ അതേ ഗ്ലോസിയാണ് ഈ ബാത്റൂമിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈലൊക്കെ നമുക്ക് ബാത്റൂമിലും കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ടൈലാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടൈലെടുക്കാൻ പോയപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാത്റൂമിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അന്ന് എടുത്തത് ഇങ്ങനത്തെ ടൈലൊക്കെ. അപ്പോൾ ഇത് ആ വാഷ് ബേസിൻ്റെ അടുത്ത് അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ അതേ ഹോളിൻ്റെ അവിടെ വരുന്ന ഞാൻ പറഞ്ഞില്ല, അത് കോർട്ട് യാർഡ്, പിന്നെ ഇത് കിച്ചൺ, പിന്നെ താഴെ 2 ബെഡ്റൂം. ഇതേ വാഷ് ബേസൊക്കെ ഇപ്പോൾ അങ്ങനെ മറയിൽ കൊണ്ടുവന്ന് വയ്ക്കണം അങ്ങനെയൊന്നുമല്ല കേട്ടോ. വാഷ് ബേസൊക്കെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ നല്ല ഭംഗിക്കൊക്കെ അലങ്കരിച്ച് നല്ല ഇതാക്കി വെച്ചേക്കാം. മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോണിയുടെ അടിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മറയിലൊക്കെ ആയിരുന്നു വാഷ് ബേസ് കൊണ്ടുവന്ന് വയ്ക്കുക. ഇപ്പം അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ഈ സ്റ്റഡി ഏരിയയുടെ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് പോകും. പാനൽ ചെയ്തേക്കണ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ അത് വുഡിൻ്റെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതാ മേളിൽ കയറുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിൻ്റെ പകുതി ചെന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ വലിയൊരു ഗ്ലാസ് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ മേളിലത്തെ സീലിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റുകളും ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അപ്പർ ലിവിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മേളിലേക്ക് കയറാൻ നമുക്ക്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. പിന്നെ അവിടെ മേളിൽ ഒരു സൈഡിൽ ഒരു TV സ്റ്റാൻഡ്, ആ ഒരു ഇതൊക്കെ പാനലൊക്കെ നല്ല ഭംഗിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിൽക്കുമ്പോഴാണ് ആ ലിവിങ് റൂമിൽ ഡബിൾ ഹൈറ്റ് വന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലമുണ്ട് ഇത്. അപ്പോൾ മുകളിൽ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും താഴെ ലിവിങ് റൂമിൽ ആരാ വരുന്നതെന്നും ആരാ ഫ്രണ്ടിൽ നിന്ന് വരുന്നതെന്നൊക്കെ ഇവിടെ മേളിൽ നിന്നാൽ കാണാം. അപ്പോൾ അതാ ഇവിടെയൊക്കെ ഓപ്പണായിട്ട് പിന്നെ കംപ്ലീറ്റ് ഗ്ലാസ്സാണ് കേട്ടോ ഇവിടെ വർക്ക് വന്നിരിക്കുന്നതൊക്കെ. വിൻഡോ ഒക്കെ കൂടുതൽ ഫുൾ ഗ്ലാസ് തന്നെ ഇട്ടിരിക്കുന്നുണ്ട്. ഇപ്പം അപ്പോൾ ഇവിടെ ഈ ഒരു വീട് തന്നെയല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ വില്ലകൾ ഇങ്ങനെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. മിക്കതും വർക്കൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയതാണ്, പിന്നെ സെയിലായതുണ്ട്. കണ്ട ഇവിടെ നിന്ന് മേളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ മേളിലത്തെ റൂമിൻ്റെ ബാത്റൂമാണ് കേട്ടോ ഈ കാണണത്. അപ്പോൾ ഇതും ഇതും ഗ്ലോസി ടൈലാണ് കേട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ വാഷ് ബേസിന് കുറച്ച് മാറ്റമുണ്ട്, വൈറ്റ് കളറാണ്. നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഏകദേശം താഴെ കൊടുത്തിരിക്കുന്ന അതേ ഒരു രീതി തന്നെ കേട്ടോ മേളിലും ചെയ്തേക്കണത്. വാർഡ്രോബൊക്കെ ആണെങ്കിലും വിൻഡോ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് മേളിൽ നിൽക്കുമ്പോഴൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഫ്രണ്ടിലുള്ള വീടുകളും ഇതൊക്കെ. അപ്പോൾ അതാ ഇത് ബാത്റൂമാണ്, വേറൊരു ബാത്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം തന്നെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതാ ബാത്റൂമും അതിൻ്റെ വാഷ് ബേസും ഇതൊക്കെ. പിന്നെ അതേ മേളിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു സൈഡ് കണ്ടില്ലേ. അപ്പോൾ അതേ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ അവിടുന്ന് വാഹനങ്ങളൊക്കെ വരുന്നത് അവിടെ വേറെയും വില്ലകളൊക്കെ പണിയാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഈ വില്ലയുടെ അവിടുത്തെ കംപ്ലീറ്റ് ഒരു ഇതായിട്ടുണ്ട്. പിന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ആകാനുള്ളൂ. അപ്പോൾ വില്ല എല്ലാം വർക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വില്ലയുടെയൊക്കെ. അപ്പോൾ അതാ ഇവിടെ നിൽക്കുമ്പോൾ അതേ കണ്ടില്ലേ മൊത്തം വീടുകൾ കണ്ടില്ലേ. ഏകദേശം ഒരേ ഒരു എലിവേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ വന്നേക്കുന്നത്. അപ്പം ഞാനിവിടെ കയറിയിരിക്കുന്ന ആദ്യത്തെ വില്ലയിലാണ് ഇവിടെ കയറിയിരിക്കുന്നത്. പിന്നെ വേറെയൊക്കെ ചിലതിൽ താമസം തുടങ്ങിയത് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഓരോ താമസം തുടങ്ങിയ വില്ലകളും ഇതൊക്കെയുണ്ട്. അപ്പോൾ 5 സെൻറ്റ് 6 സെൻറ്റ് 7 സെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള അത്രയും സ്ഥലത്താണ് ഈ വില്ലകൾ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്കിനി താഴത്തേക്ക് പോകാം. ഇനിയിപ്പോൾ ഏകദേശം ഇവിടുത്തെ 2 ബെഡ്റൂമും ബാത്റൂമും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ വീടുകൾക്കുള്ള പുതിയ മോഡൽ, ഇങ്ങനെ ഫിക്സഡ് ഗ്ലാസ് വയ്ക്കുന്നതുണ്ട്, പിന്നെ ഓപ്പൺ ആക്കുന്നതുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ അങ്ങനെ ഹാൻഡിങ് ലൈറ്റ് ഉണ്ടല്ലോ, ഹാങ്ങിങ് ലൈറ്റ്. അപ്പോൾ അതൊക്കെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരുപാട് മോഡലുകളുണ്ട് നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ സീലിംഗ് ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. സീലിംഗ് ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കണത്. എന്ത് രസമാണെന്ന് അറിയാമോ സീലിംഗ് ഒക്കെ ചെയ്തേക്കണത്. കളറും ഇതൊക്കെ കാണാനായിട്ട് സൈഡിലൂടെ ഗോൾഡൻ കളറൊക്കെ വന്നിട്ടും ഇങ്ങനെ. അപ്പോൾ ഇത് ടെക്സ്ചർ വർക്കാണ് കേട്ടോ ആ ഭിത്തിയിൽ വന്നിരിക്കുന്നത്, ടെക്സ്ചർ വർക്കാണ് അങ്ങനെ. അപ്പോൾ നല്ല അതിമനോഹരമായ ഒരു വീടാണിത്. ഇത് കണ്ടില്ലേ, മേളിൽ ഹാങ്ങിങ് ലൈറ്റുകൾ ഇതൊക്കെ കിടക്കുന്നത് നല്ല ഭംഗിക്ക് കിടക്കുന്നത്. ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ഫ്ലോറൊക്കെ ആണെങ്കിലും ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. കർട്ടൻ അങ്ങനത്തെയാണ് വരുന്നത്, ഭിത്തിയൊക്കെ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ എല്ലാം നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് നല്ലൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കബോർഡൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇതേ ഒരു രീതിയാണ് വരുന്നത്. താഴെ ഇങ്ങനെയുള്ളത് ചെറിയ 2 ഇതിൻ്റെ മേളിലും അങ്ങനെ. അപ്പോൾ നടുക്ക് കബോർഡുകളും ഇതൊക്കെ വരും. അപ്പോൾ നമ്മളുടെ വീടും ഇനിയിപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മു വരാറായിട്ടുണ്ട്. അമ്മൂനെ ഇനി അവിടെ ബസ് ഇറങ്ങുമ്പോൾ, അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ബസ്സില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂനെ ഇനിയിപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. അമ്മു കോളേജ് ബസ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് അമ്മൂനെ പിക്ക് ചെയ്യുകയും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകളും വില്ലയും ഇതൊക്കെ. ഇത് ഗേറ്റഡ് വില്ലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ മാത്രമേ ഗേറ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും ഗേറ്റോ മതിലോ കാര്യങ്ങളോ ഒന്നും കാണില്ല. പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനും ഇതൊക്കെ നല്ല രസമായിട്ട് ഓടി കളിക്കുക ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതേ അമ്മൂനെ അവിടെ വഴിക്ക് വെച്ച് അമ്മൂനെ കിട്ടി. ഇനി അമ്മൂനെയും പിക്ക് ചെയ്തിട്ട് പോകേണ്ട. അപ്പോൾ ഞാൻ അവിടുത്തെ ജ്യൂസ് കുടിച്ചപ്പോൾ അപ്പോൾ ഞാനത് ആകെ കുടിച്ചില്ല. അപ്പോൾ ഞാനത് കൊണ്ടുവന്നതുണ്ട്. അപ്പോൾ അമ്മു ഇതേ കാറിലിരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ മധുരമൊന്നും ഞാൻ കുറച്ച് കുടിക്കാറ്. അപ്പോൾ അത് കാരണം പിന്നെ അത് തീർത്ത് കുടിച്ചില്ല. അപ്പോൾ അതിനെയാണ് എൻ്റെ വീഡിയോ ഇന്നത്തെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം.